ഇന്നത്തെ വീഡിയോ ആറാട്ടുപുഴ പൂരാണ്. തലേ ദിവസം ചിറക്കിൽ കനാൽപ്പാലത്തിന്റെ അവിടെ തേവര് വരും. തേവരെത്തുമ്പോൾ പുലർച്ചെയാവും. പക്ഷെ ഇവിടെ പാളക്കഞ്ഞി കിട്ടും. പാളക്കഞ്ഞി കുടിച്ച് നേരെ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് കേട്ടാ. അങ്ങനെ ഞാൻ വിചാരിച്ചത് ഈ പാളക്കഞ്ഞി എന്ന് പറയുമ്പോൾ പാളയിലായിരിക്കും കഞ്ഞി. പണ്ടൊക്കെ പാളയിലാണ്, ഇപ്പം നമ്മൾ സാധാ പ്ലേറ്റിലാണ് കിട്ടിയത് കേട്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോയത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ ഇത്തമാര് കുറേ ചുരിദാറുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചുരിദാറാണെങ്കിലും ഇപ്പോഴത്തെ ഒരു നിലവിൽ നല്ല ചൂടാണ്. അത് കാരണം പോളിസ്റ്ററിൻ്റെ സാധനം ഇടാനേ പറ്റില്ല, നല്ലോണം വിയർക്കും. അത് കാരണം അഫോർഡബിൾ പ്രൈസൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ 299, 399, 499 അങ്ങനെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും ലാസ്റ്റ് നിമിഷം എല്ലാം പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് അമ്പലത്തിൽ പോകാന്ന് വെച്ചു. അമ്പലത്തിൽ പോണ വഴി എന്ന് പറയുന്നത് തുഴഞ്ഞാണ് നമ്മൾ അമ്പലത്തിന്റെ പകുതി വരെയെങ്കിലും എത്തിയത്. അതിന്റെ പകുതി നമ്മൾ നടക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ആനപ്പുറത്തിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഇതാ അത്രയും ദൂരം നടക്കണം. അവിടേക്ക് എന്തായാലും നമ്മൾ പോയില്ല എന്ന് വിചാരിച്ചു, കാരണം അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാം, ആനേനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ സ്കൂട്ടിയിൽ വന്ന കാരണം കുഞ്ഞിയുടെ ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ വിളിച്ചിട്ട് ദാ ഇവിടെ ഈ സ്പോട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദാ അവിടെ നിന്ന് കാര്യം കഴിച്ചു. മേളം നല്ല രസത്തിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ദാ ഇവിടുത്തെ അമ്മയും മക്കളാന്ന് തോന്നുന്നുണ്ട് സർക്കസുകാർ വന്ന് നിൽക്കണത് കേട്ടോ. അപ്പം നമ്മൾ എവിടെ സർക്കസ് കാണാൻ പോകാനാണെങ്കിലും ഏറ്റവും ബാക്കിൽ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് വേണം നമുക്ക് ആ സർക്കസ് കാണാനായിട്ട്. പക്ഷേ ഈ നിമിഷത്തിൽ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിലാണ് ഇവർ വന്ന് ഈ സർക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പോൾ അടുത്ത് നിന്ന് കാണാം എല്ലാ കാര്യങ്ങളും അവരെന്താണ് ചെയ്യണതെന്നൊക്കെ. എന്നാലും അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയാൽ പോലും എല്ലാം കാണായിരുന്നു. കാരണം അപ്പോൾ അവർ വെറുതെ നിൽക്കുമായിരുന്നു. ആൾക്കാർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അപ്പോൾ ഇവിടെ നിൽക്കണ ആൾക്കാർ മാറിയിട്ട് വേറെ ആൾക്കാർ വരും. അപ്പോൾ കുറച്ചും കൂടെ ഫണ്ട് അവർക്ക്, അങ്ങനെയാണ് അവർ ഫണ്ട് കളക്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഇവരുടെ സർക്കസ് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ ദാ നമ്മുടെ സർക്കസ് അവസാന ഘട്ടത്തിലായിട്ടാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കാലൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ പായം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുക, ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഈ പായം കൊണ്ടാണോ വന്നത്? അപ്പം അമ്മയുടെ കുട്ടിക്കാലത്ത് പൂരം കായ അല്ലെങ്കിൽ ഷീറ്റ് അല്ലെങ്കിൽ പേപ്പറൊക്കെ കൊണ്ട് വന്നിട്ട് ഈ അമ്പലപ്പറമ്പിൽ ഇരുന്ന് രാവിലെ ആകുമ്പോഴാണ് അവർ പോവാന്ന് പറഞ്ഞത്. അപ്പം വെച്ചാൽ രാത്രി പൂരം ഉണ്ടാവും, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡിൽ കൂടെ ഒരു പായ ചേച്ചി പോകണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പായ വാങ്ങി അമ്മയ്ക്കൊരു നൊസ്റ്റു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ പായ വിരിച്ച് ആ സർക്കസും കണ്ടു. എന്നിട്ട് ഞങ്ങൾ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞി ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ സൈഡിൽ ഉള്ളവരെല്ലാവരും പായ വിരിച്ച് ഇരിപ്പായി. കാരണം പൂരം അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ സർക്കസ് ഇപ്പം രണ്ടാമത്തെ ഷിഫ്റ്റ് വന്ന് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും ഇവിടെ ചിരിച്ചൊരു വഴിയായി. കാരണം ഞാൻ ഇതുവരെ പൂരം കാണാൻ പോയിട്ട് ഇങ്ങനെ വന്ന് ഇരുന്നിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നിരിക്കണം ഗൈസ്, അതാണ് രസം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നേരം ഞങ്ങൾ ഇരുന്നു. കുറേ നേരം അമ്മ കുറച്ച് നേരം കിടന്നു, ഞാനും കുറച്ച് നേരം കിടന്നു. പിന്നെ ഇത് ഒറ്റ നടക്ക് പാടായതുകൊണ്ട് ഇവിടെ രാത്രിയാണ്. ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് വരുന്നത്. രണ്ടാമത്തെ വട്ടം വന്നപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്ന്. മൂന്നാമത്തെ വട്ടമാണ് നമ്മുടെ ആറാട്ടുപുഴ എന്താണെന്നും അങ്ങനെയൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ
അപ്പോൾ എന്താ നമ്മൾ ഒറ്റ നടക്കൊരു പാടത്താണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ സൈഡിലുള്ളവർ കണ്ടില്ല എല്ലാവരും ഇന്നൊരു സൗണ്ട് കേട്ടപ്പോൾ പിന്നേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് നമ്മുടെ വെടിക്കെട്ട് എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കണ ആ പാടില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വെടിക്കെട്ട് നടക്കുന്നത്. എന്താ പറയുക, നമ്മൾ ഒന്നും കണ്ടില്ല, നമ്മൾ ഒരു സൈഡ് പിടിച്ച് പോന്നു, ഇവിടെ ഇരുന്നു, അത്രേ ആലോചിച്ചുള്ളൂ. അപ്പോൾ വെടിക്കെട്ടിൻ്റെ ഉള്ള സംഭവമൊക്കെ പൊട്ടി നമ്മുടെ മേത്തേക്ക് എന്തൊക്കെയോ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി ദൈവമേ. അങ്ങനെ കേട്ടോ, അങ്ങനെ വെടിക്കെട്ട് എന്താ അസലായിട്ട് അടുത്ത് നിന്ന് കണ്ടു എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വെടിക്കെട്ട് കാണുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞത് വെച്ച് ഞാൻ വെടിക്കെട്ടൊന്നും കാണാൻ പോകാറില്ല. ഞാൻ സൗണ്ടുള്ള സ്ഥലത്തൊന്നില്ല ചെവി പൊത്തി നിൽക്കും. അത് നമുക്കറിയാലോ, നമുക്കിപ്പോൾ വെടിക്കെട്ട് പൊട്ടും എന്നറിയാലോ. ഇത് ഭയങ്കര എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ പകുതി ചെവി പോയിട്ടുണ്ട്. അപ്പം ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അടിപൊളി എന്താ പറയുക നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി പൊത്തലൊക്കെ നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താ പറയുക നമുക്ക് അത്രയും പേടി ഒഴിയുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാൻ ആദ്യം പൊട്ടിയപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ തുരുതുരാന്ന് പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാനതൊന്ന് മെല്ലെ എൻ്റെ ചെവിയിൽ നിന്ന് കൈ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്കതൊരു ശീലമായി. അത് കാരണം എനിക്ക് അത്രയും ധൈര്യം വന്നത്. വെടിക്കെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂരം ഇങ്ങോട്ട് എഴുന്നള്ളിപ്പായി. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം പൂരം എഴുന്നള്ളിപ്പിൻ്റെ സ്ഥലമാണെന്ന്. അപ്പോൾ കുറേ നേരം ഇരുന്നു. പിന്നെ കുറേ ആനകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴേ പെട്ടെന്ന് പേടിയായി. ഇതിപ്പോൾ കുറച്ച് ആനകളുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറേ ആനകൾ വരുന്നുണ്ട്. അപ്പോൾ നാളൊക്കെ ആയിട്ടാണ് എല്ലാ ആനകളും നിരന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ എലിഫൻറ്റ് സ്ക്വാഡ് ഉണ്ട്. ആനകളെയൊക്കെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ആനയുടെ എന്താ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വണ്ടി ഓടിച്ച് വന്നത്. കാരണം ആറാട്ടുപുഴ എത്തിയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആനയില്ലേ, ആ ആന പളക്കഞ്ഞി കഴിക്കാൻ പോയപ്പോഴാണ് കണ്ടത്. ആ ആന ഞങ്ങൾ എന്താ പളക്കഞ്ഞി കഴിച്ച് കുറേ നേരം അവിടെ നിന്ന ശേഷമാണ് കേട്ടോ ഞങ്ങൾ ആറാട്ടുപുഴയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ തുഴഞ്ഞാണ്, കാരണം ആൾക്കാരും മാറുന്നില്ല, വണ്ടികളാണെങ്കിൽ നിറച്ചുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എത്തിയത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആനേനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആന അടുത്തൂടിയാണ് പോയത്. നല്ലോണം ആട്ടി വരികയായിരുന്നു. പക്ഷേ നമ്മളവിടെ ബ്ലോക്കായ കാരണം ആനയ്ക്ക് തലയാട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നമുക്കറിയാം, നമ്മുടെ ആനയ്ക്കറിയില്ലല്ലോ തലയാട്ടാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ തല തുമ്പിക്കൈ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ പാപ്പ വന്ന് ഫ്രണ്ടിൽ ധൈര്യം വന്നിട്ടാ. കാരണം അമ്മ ബാക്കിലാണ്, കറക്റ്റ് അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് കേട്ടാ. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ തേവര് പുലർച്ചെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആനകളെല്ലാവരും ഇങ്ങനെ ഒരുക്കി നിർത്തണം എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ
നമ്മൾ ഇരുന്നോടെ തന്നെ പൂരം നിരന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂരം നിരന്ന് അവിടെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞിനെ ആണെങ്കിൽ കണ്ടു കിട്ടിയിട്ടില്ല കേട്ടോ, എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൂരത്തിന് വരുന്നേക്കാളും മുമ്പ് എല്ലാവരും ഇതേപോലെ അക്വേറിയത്തിൽ കുഞ്ഞു കുഞ്ഞു മീനുകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മീനുകൾക്ക് ഇത്ര വില കുറവായിട്ടാണോ കൊണ്ടുവരുന്നത്? പിന്നെ ഇപ്പം കണ്ടപ്പോഴാണ് പിടി കിട്ടിയത്. ഇതാ റൗണ്ട് സാധനം എറിഞ്ഞ് നമുക്കത് ഗിഫ്റ്റായിട്ട് കിട്ടണതാണ് കേട്ടോ. അപ്പോൾ 40-50 രൂപയുടെ എറിയണം. അപ്പോൾ നമുക്കൊരു 30 രൂപയുടെ മീനൊക്കെ കിട്ടും. അങ്ങനെ വീണ്ടും പൂരത്തിൻ്റെ നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ കാണാമെന്ന് വിചാരിച്ചു. ഇനി പൂരം എന്തായാലും അങ്ങോട്ട് പോട്ടെ. തിരിച്ച് കഴിക്കുന്ന ഭക്ഷണം കൃത്യതയോടുകൂടി ദഹിപ്പിച്ച് നല്ല ഭാഗങ്ങളെ ഇഞ്ചക്ഷന്റെ വേഗതയിൽ നിയമോടെ വരെ അത് പറഞ്ഞുകൊണ്ടല്ല, അതല്ലാണ്ട് ഇതല്ലാണ്ട് ഇഞ്ചക്ഷന്റെ വേഗത ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇതുപോലെ മുട്ടുവേദന മാറ്റിയാണ് ഇത് കുറച്ചും കൂടെ അതിട്ട് പോയത്. പിന്നെ അവിടെയാണ് കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വന്നപ്പോൾ നമ്മുടെ വിളക്ക് കഴുകണ പൊടി. അതൊന്നും അമ്മ വാങ്ങിയില്ല. ആദ്യമൊക്കെ കാണുമ്പോൾ വാങ്ങുമായിരുന്നു, ഇപ്പം